എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോണ കഥയുടെ പേരെന്തറിയോ? യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയാണ്. ഒരിക്കൽ ഒരു ദിവസം, കൃത്യമായി പറയുകയാണെങ്കിൽ പെസഹ തിരുനാൾ അടുത്ത സമയം, യേശുവും ശിഷ്യന്മാരും കൂടെ ഗലീല കടലിന്റെ മറുകരയ്ക്ക് പോയി. യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു വിശ്വസിച്ച ഒരു കൂട്ട ആളുകൾ അവനെ അനുഗമിച്ചു. യേശുവിന് അവരെ കണ്ട് അനുഗമ തോന്നി. കാരണം ഇടയിലില്ലാത്ത ആട്ടിൻകൂട്ടം പോലെയാണോ. യേശു അവരെ കാണാനും സംസാരിക്കാനും ഉയർന്ന മലക്ക് ഇരുന്നു. വൈകുന്നേരമായപ്പോൾ യേശു തന്റെ ശിഷ്യനായ ഫിലിപ്പോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പോസേ, നാം അവർക്ക് ഭക്ഷിക്കാൻ എന്ത് കൊടുക്കും? യേശു ഫിലിപ്പോസിനെ പരീക്ഷിച്ചതാണ്. യേശുവിനെ നേരത്തെ അറിയാമെന്താ ചെയ്തത്? മറ്റൊരു ശിഷ്യനായ അന്ത്രോസ് പറഞ്ഞു, ഗുരു, ഇവിടെ ഒരു ബാലകനുണ്ട്. അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുണ്ടെന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട് എല്ലാ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, വരി വരിയായിട്ട് ഇരുത്തു. എല്ലാവരും വരി വരിയായിട്ടിരുന്നു. ആർക്കും അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത്. യേശു അപ്പവും മീൻ കയ്യിലെടുത്ത് സ്വർഗ്ഗത്തിലോട്ട് ഉയർത്തി പ്രാർത്ഥിച്ചു. പിന്നെ യേശു ശിഷ്യന്മാരുടെ കയ്യിലെത്തിച്ചു. എല്ലാവരും വയറ് നിറച്ച് അപ്പവും മീനും കഴിച്ചു. ബാക്കി എത്ര കൊട്ട വന്നറിയോ? ബാക്കി 12 കൊട്ട വന്നു. ഈ കഥയിൽ നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? യേശു ജീവന്റെ അപ്പമാകുന്നു. യേശുവിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ഈ കഥ കേട്ട എല്ലാവർക്കും നന്ദി, പ്രശ്നം.